ശ്രീജിത്ത് മാഷ് എൻ്റെ ഇളയ സഹോദരനാണ്. മാഷെ ഞാൻ നേരിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും തൃശ്ശൂരിൽ വെച്ചാണ്. അതിനു മുമ്പ് ശ്രീജിത്ത് മാഷാകുന്നതിന് മുമ്പ് ശ്രീജിത്ത് എന്ന പേര് ഹൃദയത്തിൽ കുറിച്ചിട്ടിരുന്നു. ഒപ്പം മറ്റു ചില പേരുകൾ. ഏറ്റവും ഭീകരമായ ഒരു രാത്രി നേരിട്ടനുഭവിച്ച ഒരു കുരുന്നു ബാലൻ എന്തെങ്കിലും ഒരിക്കൽ കാണണമെന്നും കാണുമെന്നുമുള്ള പ്രതീക്ഷയൊക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ജോലി ചെയ്തിരുന്ന തൃശ്ശൂരിലെ പേരാമംഗലത്തുള്ള ദുർഗാവിലാസം സ്കൂളിനെ പോലെ തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വിദ്യാലയത്തിൽ അധ്യാപകനായി ശ്രീജിത്ത് മാഷ് വരുന്നത്. അപ്പോഴാണ് മാഷെ ഞാൻ നേരിട്ട് കാണുന്നത്. അതിനു മുമ്പേ ആ രൂപം മനസ്സിലുണ്ടായിരുന്നു ഭാസ്കരൻ മാഷിലൂടെ. എന്തോ ആവട്ടെ, നെഞ്ചേറ്റിയ ഒരു ആദർശത്തിന് വേണ്ടി നിസ്വാർത്ഥനായി സമർപ്പിതനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വലിയൊരു ദുരന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത പ്രിയപ്പെട്ട ഭാസ്കരൻ മാഷിലൂടെ ശ്രീജിത്ത് എന്ന പേര് എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ശ്രീജിത്ത് മാഷ് എന്നെ അനുജൻ അംഗീകാരങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം അത് സ്വീകരിച്ച് നാട്ടിലെത്തി കുറച്ച് നാളുകൾക്ക് ശേഷം ഈ കഴിഞ്ഞ ദിവസം കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സാഹിത്യ പുരസ്കാരം അത് മാഷിനെ തേടി വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് അംഗീകാരത്തിൻ്റെ നാടുകളിലൂടെ തന്നെയാണ് മാഷ് സഞ്ചരിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ്, അത് കഴിഞ്ഞ് സംസ്ഥാനത്തിൻ്റെ അവാർഡ്, ഇപ്പം നിങ്ങളെല്ലാവരും ചേർന്ന് നൽകിയ ഇതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന മഹത്വപൂർണമായ ഒരു അവാർഡ് ഇപ്പോൾ ഇവിടെ വെച്ച് മാഷ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപക്ഷെ മറ്റൊരു സാഹിത്യകാരനും ലഭിക്കാത്ത ഒരു സൗഭാഗ്യമാണ് സ്വന്തം നാട്ടിൽ മാഷിന് ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹിത്യകാരനെ വാദ്യമേളങ്ങളോടെ നാട്ടുകാരുടെ സ്നേഹ പരിലാളനങ്ങൾ ഏറ്റുവാങ്ങി വേദിയിലെത്തിച്ച സംഭവം മുമ്പുണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അത്രയധികം സ്നേഹം നിങ്ങളെല്ലാവരും ചേർന്ന് മാഷിന് ചൊരിഞ്ഞിരിക്കുകയാണ്. അതിലും അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഏതായാലും തുടക്കത്തിൽ തന്നെ ശ്രീജിത്ത് മാഷിന്, അല്ലെങ്കിൽ ശ്രീജിത്ത് മൂത്തേടത്ത് എന്ന ലോകമറിയുന്ന സാഹിത്യകാരന് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ തന്നിൽ അർപ്പിതമായ ദൗത്യം നിർവഹിക്കാൻ, സമൂഹത്തോടുള്ള പ്രതിബദ്ധത, സമാജത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി തന്റെ സർഗശേഷി വിനിയോഗിക്കുക എന്ന ദൗത്യം 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം കരസ്ഥമാക്കിയ ശ്രീജിത്ത് മൂത്തേടത്തിന് നാദാപുരം വിവേകാനന്ദ കൾച്ചറൽ സെന്റർ അനുമോദനം നൽകുന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് രാജ്യസഭാ MP ശ്രീ സദാനന്ദൻ മാസ്റ്റർ സംസാരിക്കുകയായിരുന്നു.